Dear children, previous questions discussion session പാർട്ട് 2 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് മാർച്ച് 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഇക്വിവലന്റ് ടു ഡാഷ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതിന് സമമാണ് അല്ലെങ്കിൽ ഏതിനോട് തുല്യതപ്പെട്ടിരിക്കുന്നു? എ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോടാണോ, ക്യാഷ് ബുക്കിനോടാണോ, ബാലൻസ് ഷീറ്റിനോടാണോ, ക്യാപിറ്റൽ അക്കൗണ്ടിനോടാണോ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സാമ്യപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറ്? ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെന്റും ആണല്ലേ. അപ്പൊ അത് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ ഏതിലാണ്? ക്യാഷ് ബുക്കിലല്ലേ. നമ്മൾ ക്യാഷ് ബുക്കിലാണ് എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ഈക്വലന്റ് ടു ക്യാഷ് ബുക്ക്. ക്ലിയർ? നെക്സ്റ്റ് ഒരു 4 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. ഭവ്യ, the secretary of Butterfly Arts and Sports Club, is not aware about the treatment of tournament fund in their balance sheet. ബട്ടർഫ്ലൈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയായ ഭവ്യയ്ക്ക് ടൂർണമെന്റ് ഫണ്ട് അവരുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ആസ് എ കോമേഴ്സ് സ്റ്റുഡന്റ്, യു ആർ റിക്വയർഡ് ടു ഹെൽപ്പ് ഹെർ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങളോട് താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ കൂടി വെച്ച് അവളെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് അവൾക്ക് അറിയാൻ പാടില്ലാത്തത്? ടൂർണമെന്റ് ഫണ്ടാണ് അല്ലേ. ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് ഫണ്ടാണ്. അതൊരു സ്പെഷ്യൽ ഫണ്ടാണ് അല്ലേ. അപ്പൊ ഈ ഫണ്ട് ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാവുള്ളൂ. അതുകൊണ്ട് ഇത് സ്പെഷ്യൽ ഫണ്ടാണ്. സ്പെഷ്യൽ ഫണ്ട് ആയതുകൊണ്ട് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും ആണെന്നറിയാം. ഇനി എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ടൂർണമെന്റ് ഫണ്ടിൽ തുടങ്ങണം. ഇപ്പൊ എത്രയാണ് ടൂർണമെന്റ് ഫണ്ട് കയ്യിലുള്ളത്? 22,000 രൂപയാണ്. ഇനി ഇതിന്റെ കൂടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ടൂർണമെന്റ് ഫണ്ടിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതിന്റെ കൂടെ കൂട്ടണം. ഈ ഫണ്ടിന്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട്, ഫണ്ട് വീണ്ടും ബാലൻസ് വരികയാണെങ്കിൽ ആ എമൗണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണല്ലോ റൂള്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് 22,000 ആണുള്ളത്. വീണ്ടും ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് 8,000 കിട്ടിയിട്ടുണ്ട്. ഒരു 8,000 രൂപ ടൂർണമെന്റിന് വേണ്ടിയിട്ട് സംഭാവന കിട്ടിയിട്ടുണ്ട്. ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് ആണ്. അപ്പൊ 8,000 രൂപ കൂടി കിട്ടുമ്പോഴത്തേക്കിനും ഈ ടൂർണമെന്റിന്റെ ഫണ്ട് ഇൻക്രീസ് ചെയ്യില്ല. ഇതും കൂടെ ടൂർണമെന്റ് ഫണ്ടിലേക്ക് വരുന്നതല്ലേ. അപ്പൊ ഈ 8,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. 22,000 കൂടെ 8,000 ആഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, കളക്ഷൻ ഫ്രം ദ സെയിൽ ഓഫ് ടൂർണമെന്റ് ടിക്കറ്റ്സ് 6,000. ഈ ടൂർണമെന്റിന്റെ ടിക്കറ്റ് വിറ്റ് അതിൽ നിന്ന് 6,000 രൂപ കിട്ടിയിട്ടുണ്ട്. ടൂർണമെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവര് ടിക്കറ്റ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അത് വിറ്റ് ഒരു 6,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതും ഏതിന്റെ കൂടെ കൂടേണ്ടതാണ്? ടൂർണമെന്റ് ഫണ്ടിന്റെ കൂടെ കൂടേണ്ടത് തന്നെയല്ലേ. അപ്പോൾ ഈ 6,000 എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ടൂർണമെന്റ് എക്സ്പെൻസസ് 16,000 ആണ്. ടൂർണമെന്റ് നടന്നു കഴിഞ്ഞപ്പോൾ അതിന് വന്ന ആകെ ചെലവ് എന്ന് പറയുന്നത് 16,000 രൂപയാണ്. അപ്പൊ അത് എവിടുന്നാ എടുക്കുന്നത്? ഈ ടൂർണമെന്റ് ഫണ്ടിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പൊ ഇത്രയും ടൂർണമെന്റ് ഫണ്ട് ടോട്ടലായിട്ട് കിട്ടി. അതിൽ നിന്ന് ഈ 16,000 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ക്ലിയർ? ഇത് ആൻസർ ഷീറ്റിൽ ചെയ്യുന്ന വിധം നോക്കിക്കേ. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ, ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ലയബിലിറ്റി സൈഡിലാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്. ടൂർണമെന്റ് ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ് കയ്യിലുള്ള ടൂർണമെന്റ് ഫണ്ട്? ഇതാ കണ്ടില്ലേ, ഈ 22,000. അതിന്റെ കൂടെ ടൂർണമെന്റിലേക്ക് കിട്ടിയിരിക്കുന്ന സംഭാവനയായ 8,000 അത് ആഡ് ചെയ്യുന്നു. കൂടാതെ ടൂർണമെന്റ് ടിക്കറ്റ് വിറ്റ് 6,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 36,000 രൂപയാണ് ഇപ്പോൾ ടൂർണമെന്റ് ഫണ്ടായിട്ട് കയ്യിലുള്ളത്. അതിൽ നിന്ന് ടൂർണമെന്റ് എക്സ്പെൻസ് ആയ 16,000 കുറയ്ക്കുന്നു. ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടൂർണമെന്റ് ഫണ്ടിന്റെ ബാലൻസ് ആണ്. ബാലൻസ് മിച്ചം തുക ഇരിക്കുകയാണ്. 36,000 കിട്ടി, 16,000 ചെലവായിട്ടുള്ളൂ. അതുകൊണ്ട് ടൂർണമെന്റ് ഫണ്ടിൽ ഇനിയും 20,000 രൂപ ബാലൻസ് ഉണ്ട്. അത് ലയബിലിറ്റി സൈഡിൽ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. മനസ്സിലായല്ലോ അല്ലെ? ഇതിനോടൊപ്പം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാനുള്ള ചാൻസും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ടൂർണമെന്റ് എക്സ്പെൻസ് 16,000 ആണ്. ഈ 16,000 പകരം ടൂർണമെന്റ് എക്സ്പെൻസ് 40,000 ആയി എന്ന് വിചാരിക്കുക. 40,000 ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അത് നമ്മൾ ലയബിലിറ്റി സൈഡിലല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് 36,000 ഉള്ളൂ. 40,000 രൂപ എക്സ്പെൻസ് ആയി എങ്കിൽ, അതായത്
4000 രൂപ നമ്മൾ വേറെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട് അല്ലാതെ. അപ്പോൾ ഫണ്ട് തികഞ്ഞില്ലല്ലോ. അങ്ങനെയാവുമ്പോൾ അതെന്താ ചെയ്യേണ്ടത്? ആ 4000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ടൂർണമെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് കൂടുതലായിട്ട് ചിലവായ ആ 4000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടൂർണമെൻറ്റ് എക്സ്പെൻസ് 40,000 ലെസ് ടൂർണമെൻറ്റ് ഫണ്ട് 36,000 എന്ന് എഴുതി 4,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ ടൈപ്പ് പ്രോബ്ലം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിനകത്ത് വരുന്നുണ്ടാവും. അപ്പം ഞാനത് ചെയ്ത് കാണിച്ചിരിക്കുന്ന വിധം കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് ഒരു 8 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഗീവ്സ് യു ദെയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ബ്രൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് December 31, 2017. 2017 ഡിസംബർ 31 അവസാനിക്കുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് ആദ്യം നോട്ട് ചെയ്തേ. ഏതാണ്? December 31 അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആരംഭിക്കുന്നത് എന്നായിരിക്കും? January 1 അല്ലേ? അപ്പോൾ 1st January 2017 to 31st December 2017 ആണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് മനസ്സിലായി. ഇനി ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വായിച്ച് ഇതിൽ എന്തൊക്കെയാണ് അസറ്റ്സ്, എന്തൊക്കെ ഇൻകംസ് ആണുള്ളത്, എക്സ്പെൻസസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് 15,000, ബാങ്ക് 12,500. അതായത് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്ന ഈ ഡേറ്റിൽ കയ്യിൽ മിച്ചമുള്ള ക്യാഷും ബാങ്ക് അക്കൗണ്ടിൽ മിച്ചമുള്ള ക്യാഷുമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലെ? ഓപ്പണിംഗിലെ അസറ്റ് ആണ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അതിന്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ടുന്ന ഐറ്റംസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്, ഇൻകം ആണ് അല്ലേ? ഇത്തരം ക്ലബ്ബുകളുടെ എല്ലാം മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻകം ആണ്. നെക്സ്റ്റ് ഡൊണേഷൻസ് ഫോർ ബിൽഡിംഗ്. ബിൽഡിങ്ങിന് വേണ്ടി സംഭാവന കിട്ടിയിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലേ? ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആണ്. കൂടാതെ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2 ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? ഡൊണേഷൻസ് ആൻഡ് ലെഗാസീസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. കണ്ടോ? ഡൊണേഷനും ലെഗാസീസും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ എവിടെ കാണിക്കേണ്ടുന്ന ഐറ്റം ആണ്? ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങും അതുപോലെ ഈ ലെഗാസീസും, ഇത് രണ്ടും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് രണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റം ആണ്. നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മളുടെ നിക്ഷേപത്തിന് പലിശ കിട്ടിയിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണല്ലേ? അതായത് റവന്യൂ റെസിപ്റ്റ് ആണ്. അതിനോടനുബന്ധിച്ചും മൂന്നാമതായിട്ട് അഡീഷണൽ ഇൻഫോർമേഷനകത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് 3,000 എന്ന് വെച്ചാൽ എന്താ? ഇനിയും ഈ ഇൻവെസ്റ്റ്മെന്റിന് 3000 രൂപ കൂടി ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. ഇൻട്രസ്റ്റ് ഇനിയും 3000 രൂപ കൂടി നമുക്ക് കിട്ടാനുണ്ടെന്നാണ്. അപ്പൊ ഈ കിട്ടാനുള്ള ഈ 3000 നമുക്ക് ഈ ഓൾറെഡി കിട്ടിയ എമൗണ്ട് 1,600 ആണ്. അതിന്റെ കൂടെ ഇനി കിട്ടാനുള്ളതും കൂടെ ഇൻകം സൈഡിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ഇനിയും കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതെന്താണ്? അസറ്റ് ആണ്. അത് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണമെന്നറിയാം. നെക്സ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ബാങ്കിൽ നിന്ന് പലിശയായിട്ട് 500 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർക്ക് ഡെപ്പോസിറ്റ് കാണും. ആ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. ഇൻകം സൈഡിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് പേയ്മെന്റ് സൈഡ് നോക്കുക. അഡ്വർടൈസ്മെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണ്. ചാരിറ്റി എക്സ്പെൻസസ് അതും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണല്ലേ? അത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ് ഈ 32,000. നെക്സ്റ്റ് കമ്പ്യൂട്ടർ 25,000 രൂപയുടെ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതും അസറ്റ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. നെക്സ്റ്റ് റെന്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതും എക്സ്പെൻഡിച്ചർ സൈഡിൽ വരേണ്ടതാണ്. അതിനോടനുബന്ധിച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ₹1000 എന്ന് വെച്ചാൽ എന്താ? റെന്റ് ഇനിയും 1000 രൂപ കൂടി കൊടുക്കാൻ കിടപ്പുണ്ട് അല്ലെ? 1000 രൂപ റെന്റ് കുടിശ്ശികയാണ്, ഇനിയും കൊടുക്കാനുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? ഓൾറെഡി കൊടുത്ത എമൗണ്ട് 6000 ഉണ്ട്. അതിന്റെ കൂടെ ഇനിയും കൊടുക്കാനുള്ള 1000 എന്ത് ചെയ്യണം?
ആഡ് ചെയ്യണം അല്ലേ. റെന്റ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലല്ലേ ഇതിൻ്റെ കൂടെ ഓൾറെഡി കൊടുത്ത എമൗണ്ടിൻ്റെ കൂടെ ഈ 1000 കൂടി ആഡ് ചെയ്യണം. ഇനി ഈ കൊടുക്കാനുള്ള 1000 എന്ന് പറയുന്നത് ലയബിലിറ്റി അല്ലേ, അത് എവിടെയും കൂടെ പോകണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും പോകേണ്ട ഐറ്റമാണെന്നറിയാം. നെക്സ്റ്റ് സ്റ്റേഷനറി 1200 1200 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒന്നും അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത സ്റ്റേഷനറി മുഴുവനും കൺസ്യൂം ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്റ്റേഷനറിയുടെ ഫുൾ എമൗണ്ടും എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. പ്രിൻറ്റിങ് അതും അതുപോലെ തന്നെ 2500 രൂപ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ക്ലോസിംഗ് ഡേറ്റിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ ബാങ്ക് അക്കൗണ്ടിൽ 59,000 രൂപയുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് 25,000 രൂപയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണെന്നും നമുക്കറിയാം. ഇനി എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കിക്കേ. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് December 31st, 2017 ബൈ ഗിവിംഗ് ഡ്യൂ അറ്റൻഷൻ ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ച് 31/12/2017 വർഷം അവസാനത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഇൻഫോർമേഷൻ നോക്കിക്കേ. ഓൺ 1/1/2017 the society owned a building worth ₹50,000 and furniture worth ₹20,000 and it had creditors of ₹10,000. 1/1/2017 അതായത് നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്ന ഡേറ്റിൽ ഈ സൊസൈറ്റിക്ക് 50,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 20,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 10,000 രൂപയുടെ ക്രെഡിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ബിൽഡിങ്ങും ഫർണിച്ചറും എന്താണ്, അസറ്റാണ് അല്ലേ, ഈ ഓപ്പണിങ്ങിലുള്ള അസറ്റാണ്. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാലോ നമുക്കറിയാം 10,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പണിങ്ങിലെ ലയബിലിറ്റിയുമാണ്. അപ്പോൾ ഈ ഓപ്പണിങ്ങിലെ അസറ്റ്സും ഈ ലയബിലിറ്റീസും എല്ലാം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണ്ടേ, ആ കൂടെ നമ്മൾ ഈ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ലിസ്റ്റ് ചെയ്യണം. ഇനി കൂടാതെ ഇതെല്ലാം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും വരേണ്ടതാണ്. കാരണം ഈ ഓപ്പണിങ്ങിലുള്ള ബിൽഡിങ്ങും ഈ ഫർണിച്ചറും അത് ഈ ഇയർ അവസാനിക്കുമ്പോഴും അത് നമ്മുടെ കയ്യിലുണ്ട്. ഈ ക്ലബ്ബ് അത് ഇടയ്ക്ക് വിറ്റതായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അസറ്റ്സ് ഒക്കെ ക്ലോസിംഗ് ഡേറ്റിലും ഉണ്ട്, അതുപോലെ ഈ ലയബിലിറ്റിയും ഉണ്ട്. കാരണം ഈ ലയബിലിറ്റി ക്രെഡിറ്റേഴ്സിന് കൊടുത്തു എന്ന് പേയ്മെന്റ് സൈഡിൽ ഒന്നും പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ കൊള്ളാം, ക്രെഡിറ്റേഴ്സിന് 10,000 രൂപ കൊടുത്തു എന്ന് പേയ്മെന്റ് സൈഡിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് ആ കടം വീട്ടിയെന്ന് പറയാം. അപ്പോൾ ഈ ഓപ്പണിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സ് സൈഡിലും ലയബിലിറ്റി സൈഡിലും കൂടി വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ 50,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരണം. അതുപോലെ ഫർണിച്ചറിന്റെ 20,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഈ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള 10,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും എഴുതേണ്ടതാണ്. പിന്നെ ഇത് മൂന്നും പറഞ്ഞതാണല്ലോ, ഡൊണേഷൻസ് ആൻഡ് ലെഗാസീസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്രൂഡ് 3,000 ഉണ്ട്, അത് ഓൾറെഡി കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കൂടാതെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് അതെന്ന് പറയുന്നത് റെന്റ് ഓൾറെഡി എത്ര രൂപ റെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് എക്സ്പെൻഡിച്ചർ സൈഡിലുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും കൊടുക്കാനുള്ളത് ആഡ് ചെയ്യണം. ഇനിയും കൊടുക്കാനുള്ള ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും എഴുതേണ്ടതാണ്. ഇനി ഇത് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. എക്സ്പെൻഡിച്ചർ സൈഡിലുണ്ട് അഡ്വർടൈസ്മെന്റ് 5,700, ചാരിറ്റി 4,000, റെന്റ് അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട്, പ്രിന്റിങ്ങിന്റെ അതുപോലെ സ്റ്റേഷനറിയുടെ ഒക്കെ ഫുൾ എമൗണ്ട് കാണിച്ചിരിക്കുന്നു. ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 26,300 ആണ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ അത് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻകം ആയിട്ട് 1,600 കിട്ടിയതുണ്ട്. അതിൻ്റെ കൂടെ ഇനിയും കിട്ടാനുള്ള 3,000 ആഡ് ചെയ്തേക്കുന്നു. അതുകൂടാതെ ബാങ്ക് ഇൻട്രസ്റ്റ് 500. ദെൻ ടോട്ടൽ ചെയ്യുക 31,400 രൂപയാണ് ഇൻകം ആകെ ഉള്ളത്. അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ ഡിഡക്റ്റ് ചെയ്തെന്നാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അഥവാ സർപ്ലസ് എന്ന് പറയുന്നത് 11,000 ആണെന്ന് കിട്ടും.
ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ തയ്യാറാക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ ഓപ്പണിംഗിലെ അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗിലെ അസറ്റ്സ് ഏതൊക്കെയുണ്ട്? നമുക്കിവിടെ ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. ബിൽഡിംഗ് 50,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്, 20,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗിൽ. പിന്നെ അതുപോലെ ബാങ്ക് അക്കൗണ്ടിലും ബാങ്കിലും അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡും ഇല്ലേ, നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്. ഇത് രണ്ടും ഓപ്പണിംഗിലെ അസറ്റ് ആയിട്ട് ഉണ്ടോ? അപ്പോൾ അത് പിന്നെ ഓപ്പണിംഗിൽ ഒരു ലയബിലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ഏതാണ്? ക്രെഡിറ്റേഴ്സിന് 10,000 രൂപ കൊടുക്കാനുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 87,500 എന്ന് പറയുന്നതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മുടെ ബാലൻസിങ് ഫിഗർ ആണിത് അല്ലേ? ഇനി എന്ത് തയ്യാറാക്കാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഓപ്പണിംഗിലുള്ള ബിൽഡിംഗ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, കണ്ടോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് 32,000 രൂപയുടെ ആ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റിന് ഇനിയും 3,000 രൂപ കിട്ടാൻ കിടപ്പില്ലേ, അത്. കമ്പ്യൂട്ടർ 25,000 രൂപയുടെ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട് ഈ വർഷം. കൂടാതെ ക്ലോസിംഗിലുള്ള ബാങ്ക് ബാലൻസും ക്യാഷ് ഇൻ ഹാൻഡും അതും അസറ്റ് അല്ലേ? പിന്നെ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു 87,500. അതിൻ്റെ കൂടെ നമുക്കിവിടെ സർപ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ സർപ്ലസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയുണ്ട്? 98,500 വരും. പിന്നെ എന്തൊക്കെയാണ് ലയബിലിറ്റീസ് ഉള്ളത്? ഇനിയും റെന്റ് 1,000 രൂപ കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. അതുപോലെ ക്രെഡിറ്റേഴ്സിന് ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ, ഈ ക്രെഡിറ്റേഴ്സിന് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് 10,000 എഴുതണം. പിന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 2 ഐറ്റം കൂടി ഉണ്ട്. ഏതാണ്? ഡൊണേഷൻ ഫോർ ബിൽഡിങ്ങും ലെഗാസിയും. അത് രണ്ടും എഴുതിയിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം 2,14,000 രൂപയുടെ അസറ്റ്സും അത്രയും തന്നെ ലയബിലിറ്റീസും ഉള്ളതായിട്ട് കാണാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്? 8 സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോക്കിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് 4 സ്കോറും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിനും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിനും ഈ 2 സ്കോറും വെച്ചിട്ട് ടോട്ടൽ 8 സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജൂൺ 2018 സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം. ഫസ്റ്റ്, choose the item which is not directly added to the capital fund of a not for profit organization. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ നേരിട്ട് ആഡ് ചെയ്യാത്ത ഐറ്റം ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ എ എൻട്രൻസ് ഫീസ്, ബി ലെഗാസി, സി സബ്സ്ക്രിപ്ഷൻസ്, ഡി ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇതിൽ ഏതാണ് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ഡയറക്ട്ലി ആഡ് ആകാത്തത്? ഏതാണ്? സബ്സ്ക്രിപ്ഷൻ അല്ലേ? സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കി ഇതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്ന ഐറ്റംസ് അല്ലേ? എൻട്രൻസ് ഫീസ്, ലെഗാസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതൊക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? സബ്സ്ക്രിപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഒരു 3 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് എ ക്ലബ് ഷോസ് ₹60,000 as the subscription received during 2016-17. 2016-17 റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം ഈ ക്ലബിന് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിച്ചിട്ടുള്ള തുക 60,000. 16-17. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1 April 2016 to 31 March 2017 ആയിരിക്കുമല്ലോ. Accrued subscription at the beginning of the year was ₹4,200 and that at the end of the year was ₹3,800. അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് അല്ലേ? അതായത് ബിഗിനിങ് ഓഫ് ദി ഇയർ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഇനിയും 4,200 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ, അതായത് ഈ ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ കിടക്കുകയാണ്. അതെന്ന് പറയുന്നത് ഏത് വർഷത്തെ ആയിരിക്കും കിട്ടാനുള്ളത്? ഇതിന് മുൻപുള്ള പ്രീവിയസ് ഇയർലി ആയിരിക്കില്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർലി ആണ് ഈ 4,200. അപ്പോൾ ഈ 4,200 ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? മൈനസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് മനസ്സിലായില്ലേ? ഇനി ആൻഡ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വാസ് ₹3,800. ഈ 31/3/2017 എൻഡ് ചെയ്യുന്നത്. ഈ എൻഡിങ് ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ഡേറ്റിൽ ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് ഇയർലിയാണ്? ഈ ഇയർലിയാണ് അല്ലേ? അതായത് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർലിയാണ്. അപ്പൊ ഈ 3,800 ഇതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് അല്ലേ? നെക്സ്റ്റ്, there was no unearned subscription on 1st April 2016 but that on 31st March 2017 was ₹1,400. There was no unearned subscription. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാകണമെങ്കിൽ
അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഫസ്റ്റ് ഇയറിൽ പറഞ്ഞു തന്നിട്ടുള്ള ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അത് തന്നെയാണ് ഏതെന്ന് പറയുന്നത് അൺഎയിൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ. അന്ന് പറഞ്ഞു തന്നതാ, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. അതായത് മുൻകൂർ ലഭിച്ച വരുമാനം അല്ലേ, അല്ലെങ്കിൽ അൺഎയിൻഡ് ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ഏൺ ചെയ്തിട്ടില്ല, ഏൺ ചെയ്യാനുള്ള കാലം ആയിട്ടില്ല, അതിന് മുൻപേ എന്ത് കിട്ടി? ആ ഇൻകം കിട്ടി. അതുകൊണ്ടാണ് അതിനെ അൺഎയിൻഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അൺഎയിൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ തെറ്റാതെ ചെയ്യും. എങ്ങനെയാണ്? ദർ വാസ് നോ അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ ഓൺ 1st April 2016 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്ന ഡേറ്റ് ആണല്ലോ. ഈ ഡേറ്റിൽ, അതായത് ഈ ഡേറ്റിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഈ ഡേറ്റിനൊന്നും ഇല്ല, അവിടെ ഒന്നും എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പക്ഷേ ബട്ട് ദാറ്റ് ഓൺ 31/3/2017, അതായത് 31/3/2017 ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട് 1400 രൂപ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏത് വർഷത്തേക്കുള്ള? ഇതിന് ശേഷം നെക്സ്റ്റ് ഇയറിലല്ലേ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 31/3/2017 അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ കിട്ടി അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കിട്ടി എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അപ്പോൾ ഈ 1400 എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നാൽ നിങ്ങൾ തെറ്റാതെ ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നുകൂടി എഴുതിയിട്ടിട്ടുണ്ട്. അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ ബിഗിനിങ് തന്നെയാണ് കേട്ടോ. അതായത് അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നെയാണ്. അതായത് ബിഗിനിങ്ങിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെ ആയിരിക്കും? കറണ്ട് ഇയറിലെ ആയിരിക്കും. ഇനി അൺഎയിൻഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാലോ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് തന്നെയാണ്. അതായത് അത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഇനി ഇത് ചെയ്തിട്ടിരിക്കുന്നത് നോക്കിക്കേ, കണ്ടോ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 60,000. അതിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് അറ്റ് ദ എൻഡിൽ കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ കേട്ടോ ഈ 3800 അതെന്ത് ചെയ്തിരിക്കുന്നു? ആഡ് ചെയ്തിരിക്കുന്നു. ഇനി അപ്പോൾ 63,800 കിട്ടും. അതിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് അറ്റ് ദ ബിഗിനിങ് 4200 ഇത് കണ്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള 1400 അത് രണ്ടും ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 58,200 എന്ന് കിട്ടും. ക്ലിയർ? ഇനി നെക്സ്റ്റ് 3 സ്കോർ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് പറഞ്ഞാൽ എന്താണ്? ഇത്തരം സൊസൈറ്റികളുടെ ഇൻകം ആണ് അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? കണ്ടോ, അത് എഴുതുമ്പോൾ ഇതുപോലെ എഴുതണം. ഷോൺ ഓൺ ദി ഇൻകം സൈഡ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കണ്ടോ, അങ്ങനെ എഴുതുന്നതിന് ഒരു മാർക്കാണ് കേട്ടോ. ഇൻകം സൈഡിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ എഴുതിയാലും മതി. നെക്സ്റ്റ് ബി, പേയ്മെന്റ് ഓഫ് ഹോണറേറിയം. നമുക്കറിയാം പേയ്മെന്റ് ഓഫ് ഹോണറേറിയം എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അപ്പൊ അത് എവിടെയാണ് എഴുതേണ്ടത്? ഷോൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഡെബിറ്റഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് ഡെബിറ്റ് സൈഡിലല്ലേ നമ്മൾ എഴുതുന്നത് പേയ്മെന്റ് ഓഫ് ഹോണറേറിയം എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും എഴുതുക. നെക്സ്റ്റ് സി, ലെഗാസീസ്. ലെഗാസീസ് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലേ? അപ്പൊ അത് എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളത് തിയറി പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം കൂടി പഠിച്ചിരുന്നു. ലെഗാസീസ് എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് ഇൻകം ആയിട്ടും ട്രീറ്റ് ചെയ്യാം. അത് രണ്ടും കാണിച്ചിരിക്കുന്നുണ്ട്. ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇഫ് ഇറ്റ് ഈസ് സ്മോൾ എമൗണ്ട് ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കിട്ടുന്ന എമൗണ്ട് വളരെ ചെറുതാണെങ്കിൽ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ടും ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിശദമായിട്ട് അത് എവിടെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതണം. ഓരോന്നിനും ഓരോ മാർക്കാണ്, 3 3 മാർക്ക്. ഇനി ഒരു 5 സ്കോർ ക്വസ്റ്റ്യൻ കൂടി ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്, അതുകൂടി നോക്കാം. ഷോ ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ വോളിബോൾ ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. 31/3/2017 അവസാനിക്കുന്ന വർഷത്തെ ഈ വോളിബോൾ ക്ലബിന്റെ ബാലൻസ് ഷീറ്റിൽ താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിയൊക്കെ, ഐറ്റം ടൂർണമെന്റ് എക്സ്പെൻസ് ആണ്. അപ്പം നമുക്കറിയാം ഇത് ടൂർണമെന്റ് ഫണ്ട്, ഇതൊക്കെ സ്പെഷ്യൽ ഫണ്ടാണ്.
അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഏതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ടൂർണമെന്റ് ഫണ്ട് ആസ് ഓൺ 1 April 2016 40,000 40,000 രൂപയാണ് ഈ ക്ലബിന്റെ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്ന ഡേറ്റിൽ ഉള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഫണ്ടിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഇതിന്റെ കൂടെ കൂട്ടണം. ഫണ്ട് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പം ബാക്കി ഫണ്ട് മിച്ചമാണ് എങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് വരേണ്ട എമൗണ്ട് ആണ്. അപ്പം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ടൂർണമെന്റ് ഫണ്ട് 40,000 രൂപയാണ് ഉള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇവർ ഈ ഓപ്പണിങ്ങിലുള്ള ഈ ഫണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇനത്തിൽ 3,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നതും ഈ ടൂർണമെന്റ് ഫണ്ടിന്റെ കൂടെ തന്നെ ചെല്ലേണ്ടതല്ലേ? ടൂർണമെന്റ് ഫണ്ടിന് കിട്ടിയ ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഡൊണേഷൻസ് ഫോർ ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഡൊണേഷൻ ആണ്. അതും ടൂർണമെന്റ് ഫണ്ടിന്റെ കൂടെ തന്നെ കൂടേണ്ട ഐറ്റം അല്ലേ? അപ്പൊ ഈ 90,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് സെയിൽ ഓഫ് ടൂർണമെന്റ് പാസ് ടിക്കറ്റ്. ടൂർണമെന്റ് പാസ് ടിക്കറ്റ് വിറ്റ് 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതും ടൂർണമെന്റ് ഫണ്ടിന്റെ കൂടെ തന്നെ ചേരേണ്ടതല്ലേ? അപ്പൊ ഇതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 2,43,200 രൂപയാണ് ടൂർണമെന്റ് ഫണ്ട് ആയിട്ട് കയ്യിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ടൂർണമെന്റ് എക്സ്പെൻസ് എത്രയാണ് ആയിരിക്കുന്നത്? 2,10,000 രൂപയാണ്. അപ്പൊ ഈ ഇത്രയും ഫണ്ടിൽ നിന്ന് ഇത്രയും എക്സ്പെൻസ് കുറച്ചെന്നാൽ ബാക്കിയുള്ള ഫണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ എമൗണ്ട് കോളത്തിലേക്കാണ് എഴുതേണ്ടത്. അപ്പൊ അത് ചെയ്തിട്ടിരിക്കുന്നതും കൂടെ നോക്കിയേരെ. കണ്ടോ? ടൂർണമെന്റ് ഫണ്ട് 40,000, ആഡ് ഡൊണേഷൻ, സെയിൽ ഓഫ് പാസ് ടിക്കറ്റ്, ഇൻട്രസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്ത് 2,43,200. അതിൽ നിന്ന് ടൂർണമെന്റ് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് 33,200 രൂപ എമൗണ്ട് കോളത്തിലേക്ക് കാണിച്ചിരിക്കുന്നു. ഇനി അതിനൊരു ഓപ്ഷൻ ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ബിയും കൂടെ നോക്കിക്കേ. ഹൗ ദ ടൂർണമെന്റ് ഫണ്ട് വിൽ ബി ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ക്ലബ് if the tournament expense was rupees 2,50,000 during the year 2016-17. ഇവിടെ എന്താ പറയുന്നത്? അതായത് ഈ ടൂർണമെന്റ് എക്സ്പെൻസ് 2,50,000 ആണ് എങ്കിൽ ഈ ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടൂർണമെന്റ് ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്. ടൂർണമെന്റ് എക്സ്പെൻസ് ഈ 2,10,000 പകരം 2,50,000 ആയിരുന്നു എങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇതിനു മുമ്പുള്ള പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു തന്നില്ല എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഫണ്ട് ആകെ 2,43,200 ഉള്ളൂ, പക്ഷെ എക്സ്പെൻസ് അതിൽ കൂടുതലായി. അപ്പൊ എന്ത് ചെയ്യണം? ആ കൂടുതൽ വന്ന എക്സ്പെൻസ് അത് എവിടെയാ കാണിക്കണ്ടേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ എങ്ങനെയാ അത് എഴുതേണ്ടത്? അപ്പൊ നോക്കിക്കേ, അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതിന്റെ ഫോർമാറ്റ് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡിൽ ടൂർണമെന്റ് എക്സ്പെൻസ് 2,50,000 ആണ്. അപ്പൊ അതിൽ നിന്ന് ആകെ കയ്യിലുള്ള ടൂർണമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് 2,43,200. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള നമ്മൾ എന്തായിട്ട് കാണിക്കുന്നു? എക്സ്പെൻഡിച്ചർ ആയിട്ട് 6,800 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ ഇതിന് 3 മാർക്കും ഇതിന് 2 മാർക്കും, അങ്ങനെ 5 മാർക്കാണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ഫണ്ട് മിച്ചം വരികയാണ് എങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഫണ്ട് തികയുന്നില്ല, കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ കൂടുതൽ വരുന്ന അധികം വരുന്ന എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.